അസ്സലാമു അലൈക്കും. ഇപ്പോൾ പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു പ്രവണതയാണ് ഫാമിലി ടൂർ. ഒരു മഹ്റമും കൂടെയില്ലാതെ ഏത് മക്ബറയിലേക്കും ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന തോന്നിവാസമല്ലേ അത്? ആ നേതൃത്വം നൽകുന്ന അമീർ ആ ബസ്സിലെ 40 പെണ്ണുങ്ങൾക്കും മഹ്റമാണോ? സുന്നത്തായ ഉംറ നിർവഹിക്കണമെങ്കിൽ പോലും കൂടെ മഹ്റം വേണ്ടേ? പ്രിയപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപത്നി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മക്കയിൽ ഹജ്ജിന് വേണ്ടി മക്കയിലെത്തിയപ്പോഴത്തേക്ക് മെൻസസായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹറമിൻ്റെ പുറത്ത് താമസിക്കുകയാണ്. മുത്തുനബി കാണാൻ വന്നപ്പോൾ ആയിഷ ബീവി കരയുകയാണ്. കാരണം മറ്റ് ഭാര്യമാരൊക്കെ തവാഫിലാണ്, ഞാൻ വീട്ടിൽ ഒറ്റക്കായല്ലോ. മുത്തുനബി പറഞ്ഞു, ആയിഷ കരയേണ്ടതില്ല, നിനക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതല്ലല്ലോ മെൻസസ് എന്നത്. വിഷമിക്കണ്ട, ശുദ്ധിയായതിന് ശേഷം തവാഫ് ചെയ്തോളൂ. ഹജ്ജും ഉംറയും ഒരുമിച്ചാണ് ആയിഷ ബീവി ചെയ്തത്. ഹജ്ജ് കഴിഞ്ഞ് പോരുമ്പോൾ മിനയിൽ നിന്ന് വാദി മുഹസ്സമിലെത്തിയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരാഗ്രഹമുണ്ട്. ഈ കാണുന്ന ഭാര്യമാരൊക്കെ ഹജ്ജും ഉംറയും സെപ്പറേറ്റ് ചെയ്തവരാണ്, ഞാൻ രണ്ടും ഒരുമിച്ചാണ് ചെയ്തത്. ഒരു ഉംറയും കൂടെ ചെയ്യട്ടെ നബിയെ, അവിടത്തേക്ക് സമ്മതമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒറ്റക്ക് പോയാൽ പോരാ, സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കോളൂ, എന്നിട്ട് ഉംറ ചെയ്തു വന്നോളൂ, ഞങ്ങൾ കാത്തിരിക്കാം. ഇപ്പോൾ കയറിപ്പോവുകയല്ലേ, പല വാർത്തകളും നാം കേൾക്കുന്നതല്ലേ. ഉംറ കഴിഞ്ഞ് വരുമ്പോൾ പെണ്ണിന് ഭർത്താവിന് വേണ്ട, ഉസ്താദിന് മതി പോൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. നിയമം വിട്ട് നാം പോകരുത്. സിയാറത്തിന് മഹ്റമായ ആൾ വേണം, വിശ്വാസിനികളായ സഹോദരിമാർ കൂടെ വേണം. അന്യപുരുഷന്മാരോട് ശൃംഗരിച്ച് കിന്നാരം പറഞ്ഞു പോകുന്ന സിയാറത്ത് ഇസ്ലാമിലില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ ആയിഷ ബീവി ഉള്ള വീട്ടിൽ മറവ് ചെയ്ത ശേഷം പിന്നെ ആ മുറിയിലേക്ക് മഹദി കിടക്കുന്നത് മുഖം മറച്ച് ശരിയായ രീതിയിൽ ശരീരങ്ങൾ മുഴുവൻ മറച്ചാണ് മഹദി വരുന്നത്. നമ്മുടെ ഈമാൻ നഷ്ടമാവാതെ നാം നോക്കണം. പല ഓഫറുകളും വരും, നാം അതിലൊന്നും ചാടരുത്. അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ, ആമീൻ.